തൃണമൂൽ വിമത എംപിമാരായ സുദീപ് ബന്ദോപാധ്യായ, ഷർമിള സർക്കാർ എന്നിവരെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. വിമത എംപിമാരുടെ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ ലയനത്തിൽ നിയമമന്ത്രാലയത്തിൽ നിന്ന് ലോക്സഭാ സ്പീക്കർ നിയമോപദേശം തേടിയേക്കും. അഭിഷേക് ബാനർജി ഉൾപ്പെടെ ഔദ്യോഗിക പക്ഷത്തെ എംപിമാരെ സ്പീക്കർ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, തൃണമൂലിനൊപ്പം ഉണ്ടായിരുന്ന വിമത എംപിമാർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം നൽകാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. GK, തൃണമൂൽ കോൺഗ്രസിന്റെ 20 വിമത എംപിമാർ NCPI എന്ന പാർട്ടിയിൽ ചേരുകയും ആ പാർട്ടി NDAയുടെ ഭാഗമാവുകയും ചെയ്തതോടെ NDAയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായിരിക്കുകയാണ് NCPI. ഇതോടെയാണ് ഈ വിമത വിഭാഗത്തിൽ നിന്നും 2 പേരെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നത്. സുദീപ് ബന്ദോപാധ്യായ എന്ന വിമതരിലെ ഏറ്റവും മുതിർന്ന നേതാവ്, മമതാ ബാനർജിയോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സുദീപ് ബന്ദോപാധ്യായ, അദ്ദേഹം നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെയാണ് ഷർമിള സർക്കാരിനെയും മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഈ വർഷകാല സമ്മേളനത്തിന് മുമ്പായി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം ഈ വിമതർ പുതിയ പാർട്ടിയിലേക്ക് ചേർന്നതോടെ അവരുടെ ഈ ഒരു ലയനത്തിന്റെ നിയമസാധുത അത് പരിശോധിക്കുന്നതിന് വേണ്ടി സ്പീക്കർ ഓം ബിർള നിയമമന്ത്രാലയത്തിന്റെ സഹായം തേടിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ പ്രഥമ ദൃഷ്ട്യാ ഈ ലയനത്തോടെ ഇവർക്ക് വോട്ടവകാശം ഉൾപ്പെടെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടാകും. അവർക്ക് അയോഗ്യത ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലെ 4ാം ഖണ്ഡിക അനുസരിച്ച് ലയനത്തെ ഈ കൂറുമാറ്റം ബാധിക്കുന്നില്ല. എങ്കിൽ പോലും മറ്റെന്തെങ്കിലും സങ്കീർണ സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിയമമന്ത്രാലയത്തിന്റെ സഹായം തേടുന്നത്. അതേസമയം ഈ ലയനം സംബന്ധിച്ച് ഇരു വിഭാഗത്തെയും കേൾക്കാൻ സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നു. വിമത വിഭാഗത്തോട് ഒപ്പം തന്നെ മമതാ ബാനർജിക്കൊപ്പം നിൽക്കുന്ന അഭിഷേക് ബാനർജി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾക്കും സ്പീക്കർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അഭിഷേക് ബാനർജിക്ക് നോട്ടീസ് ഇന്നലെ അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്ന ഘട്ടത്തിലായിരുന്നു ലഭിച്ചത്. എന്തായാലും മറ്റൊരു സമയം തേടി തൃണമൂൽ കോൺഗ്രസ് കത്ത് നൽകിയിട്ടുണ്ട്. അതിന് മറുപടി ലഭിച്ചിട്ടില്ല. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.